ഈ പ്രവാചകൻ കയറി ചെല്ലുമ്പോ ഈ സ്ത്രീ വിറക് പറക്കിക്കൊണ്ടിരിക്കുക. എന്താ ഇതിന്റെ സാഹചര്യം? ഒരപ്പവും ഒരു അടയും ഒക്കെ ഉണ്ടാക്കി, ഒരു അട ഉണ്ടാക്കി കഴിച്ച് തൻ്റെ മകനുമായി മരിക്കാനിരിക്കുക. അവസാനത്തെ ഭക്ഷണം, അവസാനത്തെ ഭക്ഷണം. അവസാനത്തെ ഭക്ഷണമാണെന്ന് അവളെ വിചാരിച്ചുള്ളൂ, ദൈവം വിചാരിച്ചില്ല. വിധവയ്ക്ക് മാത്രമേ തോന്നിയുള്ളൂ ഇത് അവസാനത്തെ ഭക്ഷണമാണെന്ന്. തക്ക സമയത്ത് ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ ചിലതിനെ ദൈവം അയക്കും. അവൻ തുറക്കാൻ ടൈം ആകുമ്പോ, തുറക്കാൻ ടൈം ആകുമ്പോ ദൈവം ചിലരെ അങ്ങോട്ട് ഇടും. എന്തായിരിക്കാം ആ സ്ത്രീയുടെ മാനസികാവസ്ഥ? ഈ കുഞ്ഞിന് ഒരു നേരം ആഹാരം കൊടുക്കാനുള്ള കഴിവില്ല, അല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുക, തന്റെ തലമുറയെ ഓർത്ത്. ആമേൻ. പക്ഷേ പ്രവാചകൻ കൊടുത്തത് ഒരു നേരത്തെ അപ്പമല്ല, കൊടുത്തത് ലൈഫാണ്. പ്രവാചകൻ പറഞ്ഞു, ഞാനും വിശന്നിരിക്കുക, എനിക്കും കൂടെ അല്പം. കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവത്തിന് എന്തിന് ഈ വിധവയുടെ ആഹാരം? ദൈവത്തിന് എന്തൊക്കെ ചെയ്യാമായിരുന്നു, അല്ലേ? ഇരിക്കുന്നിടത്ത് എത്തും. ആര്? ഡെലിവറി ബോയ് എത്തും. ഹലോ, ഡെലിവറി ബോയ് എന്ന് തുടങ്ങിയതാ? ഇരിക്കുന്നിടത്ത് ഫുഡ് വരുന്നത് എന്ന് തുടങ്ങിയതാന്ന്? ഹലോ, ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇരിക്കുന്നിടത്ത് ഫുഡ് വരുന്നത് എന്ന് തുടങ്ങിയതാ? ദൈവം തുടങ്ങിയതാ. ഇന്നിവിടെ പലതും നടക്കുന്നത് ദൈവം തുടങ്ങിയ ആശയമാണ്. ദൈവം ചിലതിന്മേൽ ഇട്ട ആശയമാണ്. അങ്ങനെയാണെങ്കിൽ ഇരിക്കുന്നിടത്ത് ഫുഡ് തരുന്ന ദൈവം എന്തിനീ വിധവയുടെ കയ്യിൽ നിന്ന്? ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? ഇവിടെ ഒരു ലൈഫിനെ തുറക്കാനുണ്ട്. ആമേൻ. ഒരു ലൈഫിനെ തുറക്കാനുണ്ട്. ആമേൻ. എന്താ അവിടെ പകർന്നിട്ട് പോയത്? അപ്പമാണോ? നമ്മുടെ കണ്ണിൽ എന്താ ഒരിക്കലും തീർന്നു പോകാത്ത മാവ്, അല്ലേ? പക്ഷേ അതിനകത്തൂടെ സംഭവിക്കുന്നത് അവരുടെ ആയുസ്, അവരുടെ ലൈഫ്. ആമേൻ. ആമേൻ. ആഹാരമില്ലാത്തതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കാൻ നിന്നെങ്കിൽ കാലങ്ങളോളം നിന്നെയും നിന്റെ തലമുറയും ജീവിച്ചിരിക്കുന്നത് തലയെടുപ്പോടെ തല നിവർത്തി. നീ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ ദൈവം നിനക്ക് ചിലത് കൈമാറുകയാണ്.